ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും USS നേടണം, അതിനുവേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഓരോ ക്ലാസ്സുകളുമായി ഞാൻ ഓരോ ദിവസം വരുന്നതാണ്. എല്ലാവരും വീഡിയോ കാണുക. ഇന്നലത്തെ വീഡിയോസ് ഒന്നും കാണാത്തവർ കാണുക. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റ് സെക്ഷൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നി. ഇപ്പോൾ പലരും പഠിച്ചു തുടങ്ങി കാണും. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ ഒരു പേജ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാം. പരീക്ഷയുടെ സിലബസ്, ഏത് പരീക്ഷ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പരീക്ഷ തന്നെ ഏതാണ്, USS പരീക്ഷയുടെ സിലബസ് ആണ് ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാണ് 2023-24 അധ്യയന വർഷത്തെ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏഴാം ക്ലാസ്സിലെ നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായി പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ പറഞ്ഞേക്കുന്ന വാക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുക, മുഴുവൻ പാഠഭാഗങ്ങളും. ഇപ്പോൾ നിങ്ങൾ സോഷ്യലും സയൻസും ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പാഠം സ്കിപ്പ് ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഊഹം. അവസാനത്തെ പാഠങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരുന്നോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് തന്ന സിലബസിൽ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. അതൊന്ന് ഓർമ്മിച്ചോണേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ്. നിങ്ങൾ ഈ ഒരു പേജ് വായിച്ചു വെച്ചേക്ക്, ഇതനുസരിച്ച് പഠിച്ചോണേ. അപ്പോൾ നമുക്ക് മാത്സിലെ ഓരോ ചോദ്യങ്ങളായി പഠിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. എന്താണ് ആ ചോദ്യം എന്ന് വായിച്ചു നോക്കിയാണ്. ദ പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പർ, 3 പ്രൈം നമ്പറുകളുടെ, എന്താണ്, 3 പ്രൈം നമ്പറുകളുടെ, പ്രൈം നമ്പർ അല്ലെങ്കിൽ മലയാളം നിങ്ങൾക്കറിയാം അഭാജ്യ സംഖ്യ, 3 അഭാജ്യ സംഖ്യ ഉണ്ട് മക്കളെ. ഏതൊക്കെയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് പറഞ്ഞാണ്. പ്രൈം നമ്പറുകൾ ഏതൊക്കെയാണ്? പ്രൈം നമ്പറുകൾ, പ്രൈം നമ്പർ അല്ലെങ്കിൽ മലയാളം നിങ്ങൾക്കറിയാം അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യ എന്ന് പറയുന്ന ഏതൊക്കെയാ നിങ്ങൾക്കറിയാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2. 2 കഴിഞ്ഞാൽ പിന്നെ 3 ഉണ്ടെന്നറിയാം. 3 കഴിഞ്ഞാൽ പിന്നെ 5 ആണെന്നറിയാം. 5 കഴിഞ്ഞാൽ പിന്നെ 7 ആണ്. 7 കഴിഞ്ഞാൽ 11 ആണ്. അങ്ങനെ പോകുന്ന കുറേ സംഖ്യയുണ്ട്. ഇതുപോലത്തെ ഏതോ 3 സംഖ്യ തമ്മിൽ എന്ത് ചെയ്യുന്നത്? പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം, ഇങ്ങനെയുള്ള 3, അതായത് ഇതുപോലത്തെ ഏതോ ഒരു 3 പ്രൈം നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? 970. അപ്പോൾ ഇങ്ങനത്തെ 3 പ്രൈം നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? 970. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യം നോക്കും മക്കളെ, ലാർജസ്റ്റ് നമ്പർ ഏതാണ്? അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രൈം നമ്പർ, 3 പ്രൈം നമ്പർ ഉണ്ടല്ലോ, ഈ 3 പ്രൈം നമ്പറോട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 970. നമ്മളോടുള്ള ചോദ്യം എന്താണ് മക്കളെ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ, അതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ഗുണിക്കുന്ന 3 സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇതറിയാൻ വയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ചോ. സിമ്പിളായിട്ട് നിങ്ങൾ 970 ഇങ്ങനെ എഴുതുക. എന്നിട്ട് പ്രൈം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഏതാണ്ട് ഈ കൊടുത്തിരിക്കുന്ന പ്രൈം നമ്പറുകൾ തന്നെ ഉപയോഗിച്ചു കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 970 ഏതുകൊണ്ട് പറ്റും നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 2 കൊണ്ട് എന്തായാലും പറ്റും അല്ലേ. ഇപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും നോക്ക്. 4 2 8, 17 വരും. 8 2 16 വരും. 485 എന്ന് വരും. ഓക്കെയാണ്. ആ 485 പിന്നെയും ഏത് സംഖ്യ കൊണ്ടേ ചെയ്യാവൂ? പ്രൈം നമ്പർ ഉപയോഗിച്ചുകൊണ്ടേ ചെയ്യാവും. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ 5 അവസാനിച്ചുകൊണ്ട് 5 അടങ്ങുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം 9 5 45, പിന്നെ എന്ത് വരും? 97. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് നിർത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ 2ഉം ഈ 5ഉം 97 ഗുണിച്ചാൽ എന്ത് സംഭവിക്കും? 970 കിട്ടും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 970 സമം 2 × 5 × 97 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി മക്കളെ. ഏതാണ് ആ മൂന്നാമത്തെ സംഖ്യ? 97. അപ്പോൾ 97 ആണ് വലിയ പ്രൈം നമ്പർ. അപ്പോൾ ആൻസർ ഈസ് 97. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം 3 സംഖ്യ തമ്മിൽ ഗുണിച്ചാൽ 970, 3 പ്രൈം നമ്പർ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പർ കൊണ്ട് ഗുണിച്ചു നോക്കി. അതിനകത്ത് ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 97 കിട്ടിയേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയ 97 ആയിരുന്നു ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ ചോദ്യം? ഇഫ് ദ സ്പീഡ് ഓഫ് എ ബൈക്ക് ഈസ്, എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു ബൈക്കിന്റെ സ്പീഡാണ് 36 km/h
മണിക്കൂറിൽ. 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? 5 മിനിറ്റ് കൊണ്ട് ആ വണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? സ്പീഡാണ്. സ്പീഡ് എങ്ങനെ എഴുതണ്ടേ? 36 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് ആ ബൈക്കിന്റെ സ്പീഡ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം മക്കളെ? 1 മണിക്കൂറിൽ ആ വാഹനം 36 കിലോമീറ്റർ സഞ്ചരിക്കും. 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ ആ വണ്ടി എത്ര പോകും മക്കളെ? 36 കിലോമീറ്റർ പോകും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം 5 മിനിറ്റ് കൊണ്ട് എത്ര പോകും? 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 5 മിനിറ്റിന്റെ കഥ വേണമെങ്കിൽ ഈ 60നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം 12 കൊണ്ട്. 12 5 60. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ 60ന്റെ കേസിൽ നമുക്ക് എന്താ വേണ്ട? 5 മിനിറ്റ് ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12. അപ്പോൾ ഇപ്പുറത്ത് ഒരു 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 5 മിനിറ്റിന്റെ കേസിലെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ എന്ന് നോക്കുമ്പോൾ 3 കിലോമീറ്റർ ആണ് 5 മിനിറ്റിൽ പോകുന്നത്. പക്ഷെ ഓപ്ഷനിൽ നോക്കുമ്പോൾ എന്തില്ല? 3 കിലോമീറ്റർ ഇല്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. 3 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3000 മീറ്റർ ആണ്. 3000 മീറ്റർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എത്രയാണ്? 3000 മീറ്റർ ആണ് ആൻസർ. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 36 കിലോമീറ്റർ പെർ അവർ ആണ് ആ വണ്ടിയുടെ സ്പീഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ. നമുക്ക് വേണ്ടത് 5 മിനിറ്റിൽ എത്ര എന്നാണ്. അതുകൊണ്ട് ആ 60 മിനിറ്റിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 12. അപ്പോൾ ഇവിടെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പുറത്തും 12 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റിൽ എത്ര ദൂരം പോവും? 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ ഓപ്ഷനിലുണ്ടോ? ഇല്ല. 3 കിലോമീറ്റർ തന്നെയാണ് 3000 മീറ്റർ. ദ ആൻസർ ഈസ് 3000 മീറ്റർ. ഓക്കെ ആണേ. ഇനി തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം എന്താണ്? 2^22 2^22 2^22 ഗുണിച്ചാൽ എന്ത് കിട്ടും? 4^x ആണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ആദ്യം തന്നെ നിങ്ങളെ ഒരു കാര്യം, ഞാൻ ഈ ചോദ്യം ഇതെങ്ങനെ കൂട്ടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്കറിയാം എങ്ങനെ അത് മക്കളെ കൂട്ടുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ മക്കളെ. 5 + 5 + 5 + 5 ഇങ്ങനെ കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഗുണിക്കും. 5 × എന്തെന്ന് എഴുതും? 4. അല്ലെങ്കിൽ ഇത് കൂട്ടുമ്പോൾ കിട്ടുന്ന 25 ആണെന്നറിയാം. അല്ല, ഈ കൂട്ടുമ്പോൾ കിട്ടുന്ന 25 അല്ല 20 ആണെന്നറിയാം. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോഴും എന്ത് തന്നെ കിട്ടും? 20 എന്ന് പറയുമ്പോൾ കൂട്ടാൻ പറയുമ്പോൾ, ഒരേ സംഖ്യ കൂട്ടാൻ പറയുമ്പോൾ അതിനെ നമ്മൾ എന്താക്കും? ഗുണിതമാക്കി എഴുതും. എന്താക്കും? ഗുണിതമാക്കും. അതുപോലെ തന്നെ ചിന്തിക്കുക. ഇവിടെ കൂട്ടാൻ പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? ഗുണിതമാക്കി എഴുതണം. എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസറിനെ എങ്ങനെ മാറ്റും? 2^22 എത്ര വട്ടമാണ് മക്കളെ കൂട്ടേണ്ടത്? 1 2 3 4 4 വട്ടം കൂട്ടണം. അപ്പോൾ × 4 എന്ന് എഴുതിയാൽ പോരെ. അപ്പോൾ 2^22 × 4 = എന്ത് വരും? 4^x എന്ന് വരും. സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. കഴിഞ്ഞില്ല മക്കളെ. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോണം. ഇവിടെ 2^22 അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ചു ഈ 4നെ എങ്ങനെ എഴുതാം? 4നെ എങ്ങനെ എഴുതാം? ഈ 4നെ എനിക്ക് 2^2 എന്ന് എഴുതി കൂടെ മക്കളെ? എഴുതാമല്ലോ, ധൈര്യമായി എഴുതാം. അപ്പോൾ ഇവിടെ 2^2 എന്ന് എഴുതി. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഈ 4നെ എങ്ങനെ എഴുതാം? ആ 4നെ എങ്ങനെ എഴുതാം? 2^2 എന്ന് എഴുതി കൂടെ? 2^2 എന്ന് എഴുതി കൂടെ? ദ ഹോൾ റൈസ് ടു മുകളിൽ എന്തുണ്ട്? ഒരു x ഉണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഈ 4ന് പകരമാണ് ഞാൻ ഈ 2² എന്ന് എഴുതിയത്. പക്ഷേ ഈ x അവിടെ തന്നെ വരും. ഒരു കുഴപ്പമില്ല. അപ്പോൾ ബാക്കി നിങ്ങൾക്കറിയാം. ഇങ്ങനെ വന്നാൽ ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യണം? ഈ 22ഉം ഈ 2ഉം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. എന്ന് പറയുമ്പം 2^24 എന്ന് വരും. 2^24 ഇനി നിങ്ങൾ ആലോചിച്ചു, ഇതുപോലെ വന്നാൽ എന്ത് ചെയ്യണം? ഗുണിക്കണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 2^2x എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ നോക്ക്, ഇതും 2^2 ഇതും 2^2. അങ്ങനെയാണെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന 24 എന്തിന് ഈക്വൽ ആണ്? 2x-ന് ഈക്വൽ ആണ്. മുകളിൽ കിടക്കുന്ന ഇത് എന്തിന് ഈക്വൽ ആണ്? അപ്പോൾ 2x സമം എന്തെന്ന് എഴുതാം? 24. അവിടെ നിന്ന് x സമം എന്ത് കിട്ടും മക്കളെ? 12 എന്ന് കിട്ടും. എങ്ങനെയാ 12 കിട്ടിയത്? ഈ ഗുണിച്ച 2 ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഭാഗം 2 ആയിട്ട് മാറും കേട്ടല്ലോ. ഈ ഗുണിച്ച 2 ഇവിടെ വരുമ്പോൾ ഭാഗം 2 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 12. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? 12 ആണ് ആൻസർ. ഓക്കെയാണ്. ഇപ്പം മനസ്സിലായല്ലോ. എല്ലാ സ്റ്റെപ്പും ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പഠിക്കുക. ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെയാണ്. അപ്പം കൂട്ടാൻ പറഞ്ഞാൽ, അപ്പോൾ ഒറ്റൊരു കാര്യം ഓർത്താതെ, കൂട്ടാൻ പറഞ്ഞാൽ അത് എങ്ങനെ എഴുതണം? ഗുണന രൂപത്തിൽ എഴുതാൻ പഠിക്കുക. അതാണ്ട് ഇങ്ങനെ ഗുണിത രൂപത്തിൽ എഴുതുക, എന്നിട്ട് ചെയ്ത് വെക്കുക. സിമ്പിളാണ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബിൻ്റെ കൂടെ എ കൂട്ടിയപ്പോൾ ആൻസർ 1 കിട്ടി. അങ്ങനെയാണ് എ എത്ര എന്നാണ് ചോദ്യം കേട്ടല്ലേ. ഈ എ എത്രയാണ് എന്തോ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ ഉത്തരം എത്രയാണ് 1. അങ്ങനെയാണെങ്കിൽ ഈ എ എത്ര മക്കളെ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ ചോദ്യത്തിനെ ഒന്നുകൂടെ മാറ്റി എഴുതും മക്കളെ. എങ്ങനെ ഉത്തരം 1/2 പ്ലസ് 1/2 പ്ലസ് 1/4 അല്ലേ. 1/4 അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് 4. 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്? എൻ്റെ വീഡിയോസ് കണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുകളിലെല്ലാം 1 ആണെങ്കിൽ മുകളിലെല്ലാം 1ഉം താഴെ 2 4 8 16 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത്രയും കൂട്ടുന്നതിൻ്റെ ഉത്തരം എത്രയായിരിക്കും എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തോ എളുപ്പത്തിൽ പറയാനുള്ള പരിപാടി എന്തോ ഈ 16 നോക്കണം. ഈ 16 ഒന്നുകൂട്ടി പറയണം. എത്ര 15/16. അതിൻ്റെ ആൻസർ 15/16 ആയിരിക്കും. പ്ലസ് എ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും 1 എന്നറിയാം. ഇനി നിങ്ങൾക്കറിയാം ഈ 15/16 കൂടെ എന്ത് കൂട്ടിയാലാണ് ഇത് കിട്ടുന്നത്? 15/16 കൂടെ എന്ത് കൂട്ടിയാലാണ് 1 കിട്ടുന്നത്? 15/16 കൂടെ എന്ത് വരണം? 1/16 വന്നാല് 16/16 ആവത്തുള്ളൂ. എന്നാല് 1 വരൂ എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി എന്ത്? 1/16. ഈ ചോദ്യത്തിന്റെ ആൻസർ എന്തുവാ? 1/6. മക്കളെ ഓപ്ഷനിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്ഷനിൽ ഇത് സ്ക്വയർ ആയിരുന്നേ, 4 സ്ക്വയർ ആയിരുന്നു. അപ്പം 1/16 എന്ന് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ. 1/4 സ്ക്വയർ. 1/4 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാ? 1/16 ആയിരിക്കുവേ. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ 1/16. അപ്പോൾ ഇവിടുത്തെ എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തുവാ കിട്ടുന്നത്? 15/16 ആണ്. അപ്പോൾ 15/16 എന്താ കൂട്ടേണ്ടത്? 1/16 കൂട്ടിയാൽ മാത്രമേ 16/16 അല്ലെങ്കിൽ 1 ആവത്തുള്ളൂ. എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് ആരാണ്? 1/16 ആകുന്നു. ഓക്കെ ആണേ. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗുണിത രൂപത്തിലുള്ള ചോദ്യമാണ് തന്നേക്കുന്നത്. 5 ഗുണം 0.5 ഗുണം 0.05 ഗുണം 0.005 ഗുണം 10⁴ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ ഇവിടെ എന്ത് വരും? ഇതെല്ലാം കൂടെ ഗുണിച്ച ആൻസർ എത്ര വരും എന്നാണ് ചോദ്യം. നിങ്ങൾക്കൊക്കെ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് വീഡിയോ ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ. എന്തായാലും ഞാൻ ആൻസർ ചെയ്യാൻ പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമേ 5 ആണ് ഇൻറ്റു ഈ സംഖ്യ എങ്ങനെ എഴുതാം മക്കളെ? 0.5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.5 എന്ന് പറഞ്ഞാൽ ആരാ? 5/10 അല്ലേ. എന്തെന്ന് എഴുതാൻ പറ്റും? 5/10. അപ്പോൾ 0.5 ഞാൻ എഴുതി എന്ത്? 5/10. അടുത്ത സംഖ്യ എങ്ങനെ എഴുതാണ്ട്? ഈ സംഖ്യ 0.05 എങ്ങനെ എഴുതാം? നിങ്ങൾക്കറിയാം 5/100 എന്ന് എഴുതും. ഓക്കെ ആണ്. ഇൻറ്റു ഈ സംഖ്യ എന്തെന്ന് എഴുതും? 5/1000 എന്ന് എഴുതും. സംശയമൊന്നുമില്ലല്ലോ. ഇൻറ്റു ഈ 10⁴ എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? എത്ര പൂജ്യം ഉണ്ട് മക്കളെ? 4 പൂജ്യം. 10⁴ എന്ന് പറഞ്ഞാൽ എത്ര? 10⁴ 4 ആണ്. അപ്പോൾ എത്ര പൂജ്യം ഇടണം? 4 പൂജ്യം ഇടണം. അപ്പോൾ ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം 0 വെട്ടാനുണ്ടല്ലോ. ഇവിടുത്തെ 3 പൂജ്യവും ഇതിലെ 3 പൂജ്യവും പോയി. ഇവിടുത്തെ 1 പൂജ്യവും ഇവിടുത്തെ 1 പൂജ്യവും പോയി. ബാക്കി എന്തൊക്കെ തമ്മിൽ ഗുണിക്കാണ്ട്? മുകളിൽ എന്തൊക്കെയുണ്ട് നോക്ക്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഉണ്ടെന്നറിയാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്രയും കൂടെ ഉണ്ട്? ഒരു 100 കൂടെ ഉണ്ട് അടിയിൽ. എന്ന് പറയുമ്പോൾ 100 അല്ലേ. ഇതാണ്ട് ഇവിടുത്തെ ഒരു 0യും ഇവിടുത്തെ ഒരു 0യും കൂടെ 100 ഉണ്ട്. ഇനി ഇവർ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 5 25. 25 5 125. 125 5 625. അപ്പോൾ എല്ലാം കൂടെ ഗുണിച്ച് 625. 625 ബൈ എന്താണ്? 100 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? 6.25 ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. 6.25 ആണ് ആൻസർ. അവിടെ ഓപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 6.25. ഓക്കെ ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 6.25 ആണ്. ഏതാണ്? 6.25. ഓക്കെ ആണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് 2022 നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണെന്ന് വിചാരിക്കുക കേട്ടോ. 2022 കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ന് പറയുമ്പോൾ 2023 ആ പരീക്ഷ നടന്നതെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അല്ല, ഇപ്പോൾ 2023 നടന്ന പരീക്ഷ USSന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് വിചാരിക്കുക കേട്ടല്ല. ഓക്കെ ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്തിൻ്റെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്? എ എത്രയെന്നാണ് ചോദ്യം. എ എത്രയെന്നായിരുന്നു ചോദ്യം. അപ്പോൾ എ എത്രയാണെന്ന് പറയാം. A⁻300 ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? ഈ ഭാഗത്തിൽ എങ്ങനെ എഴുതാം? 4A⁻100 ആണ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ വരും? 4⁻100 വരും. അതോടൊപ്പം A⁻100 വരും എന്ന് മനസ്സിലാക്കുക കേട്ടല്ലേ. 4⁻100 വരും, A⁻100 വരും എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു നോക്കുക. 6⁻3 ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? 2 × 3 the whole raised to 3 എന്ന് എഴുതി കൂടെ എഴുതാം.
എന്ന് പറയുമ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് വരും കേട്ടല്ല. അപ്പോൾ 6⁻3 നമ്മൾക്ക് ഇങ്ങനെ വിഘടിച്ച് 2 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ അത് ആര് തന്നെയാണ്? 6 തന്നെയാണ്. പിന്നെ അത് 2 പേർക്കും കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ 4⁻100 എഴുതണം, a⁻100 എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഇനി നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇടയിൽ എന്തോ ഗുണിതമാണ്. ഗുണിച്ച സാധനം ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനാണ്. അപ്പോൾ a⁻300 ഇവിടെ ഉണ്ട്. ഈ ഗുണിച്ച 100 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 100 a⁻100 ആകും. ഈസ് ഈക്വൽ ടു 4⁻100 എന്ന് വരും. ഓക്കെയാണ്, സെറ്റാണ്. ഇനി നിങ്ങൾ നോക്കിയാണ് ഇവർ തമ്മിലുള്ള ആൻസർ എന്ത് വരും? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കി ഇവിടെ ⁻300 ഇവിടെ ⁻100. അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ a⁻ എന്തെന്ന് വരും? 200. 300ൽ നിന്ന് 100 കുറച്ചു കണ്ടോ? 300ൽ നിന്ന് 100 കുറച്ചിട്ട് എന്ത് വരും? 200. എന്തുകൊണ്ടാണ്? ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് കുറയ്ക്കണം. അപ്പോൾ a⁻200 ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. എന്തെന്ന് എഴുതാം? 2² ദ ഹോൾ റൈസ് ടു 100 എന്ന് എഴുതാം. അപ്പോൾ എന്തെന്ന് എഴുതാം? a⁻200 സമം 2⁻200 എന്ന് വരും. എന്തെന്ന് വരും? 2⁻200. നോക്കുക ഇവിടെ നോക്കുക, ഈ 2ഉം ഈ 100 കൂടെ ഗുണിച്ചിട്ട് എന്തെന്ന് എഴുതും? 200. അപ്പോൾ a⁻2 ഇനി ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നോക്ക് ഇവിടെ a തന്നെ, ഇവിടെ 2 തന്നെ. അപ്പോൾ എയുടെ വാല്യൂ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ആയിരുന്നു ആൻസർ കേട്ടല്ലോ. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കുക. ഓക്കെയാണ്. അടുത്ത ചോദ്യം തെറ്റിക്കരുത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. 10⁻10 എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഘടകങ്ങൾ എന്നാണ് ചോദ്യം. ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഘടകങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർ മനസ്സിലാക്കുക, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഏത് സംഖ്യയുടെ 10⁻10 എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ ഇന്നലെയും പറഞ്ഞു തന്നു, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു. ആദ്യം തന്നെ അതിനെ പ്രൈം നമ്പറിൻ്റെ രൂപത്തിൽ 2, 3, 5, 7, 11 എന്നുള്ള രൂപത്തിലോട്ട് അതിനെ മാറ്റണം. അപ്പോൾ അതാ ഈ 10 എങ്ങനെ മാറ്റാം? 10 എങ്ങനെ മാറ്റാം നിങ്ങൾക്കറിയാം. 5 × 2 ദ ഹോൾ റൈസ് ടു 10 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? ആ 10 2 പേർക്കും കൊടുക്കണം. 5⁻10 × 2⁻10 വേണം. ഇനി നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് ഇതാ ഈ 10ഉം ഈ 10ഉം മതി. എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? 11 × 11 ആകും. എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 121. എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 121. 121 ഘടകങ്ങളാണ് 10⁻10 ഉള്ളത്. 10⁻10 എത്ര ഘടകങ്ങളുണ്ട്? 121. കണ്ടോ, ഈ 10 മാറി ഇവിടെ എടുക്കാൻ നേരത്ത് 11, ഇവിടുത്തെ 10 മാറി ഇവിടെ എടുക്കാൻ നേരത്ത് 11 ആക്കണം. 11ഉം 11 ഗുണിച്ചാൽ 121 എന്ന് പറയുമ്പം 10⁻10 എത്ര ഘടകങ്ങളുണ്ട്? 10⁻10 121. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഇനി മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, എന്താ ചോദ്യം? പോയിന്റ് ഇവിടെ ദശാംശം ഉണ്ടേ. അപ്പോൾ പോയിന്റ് 001 ഏത് സംഖ്യ കൂട്ടിയാൽ 1 കിട്ടും? 1 കിട്ടാനായിട്ട് ഇതിനോട് എന്താ കൂട്ടേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമ്മൾ കണക്ക് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0.001 അല്ല 0001 ഏത് സംഖ്യ കൂട്ടിയാൽ എന്ത് കിട്ടും? 1. ഇതാണ് ചോദ്യം. ഓക്കെയാണ്, കണ്ടല്ലേ. 0.0001 എന്ത് കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തമ്മിൽ കുറച്ച് നോക്കിയാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് 1ൽ നിന്നും 1 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് പോയിന്റ് എവിടെ? ഇവിടെയാണ്. 1.0000 എത്ര വേണമെങ്കിലും 0 ഇടാൻ കുഴപ്പമൊന്നുമില്ല. മൈനസ് ഇതിൽ നിന്ന് ദാണ്ട് ഈ 1ൽ നിന്നും ഇത് കുറയ്ക്കുക. അത് കുറയ്ക്കുക മീൻസ് ദാണ്ട് പോയിന്റ് ഇവിടെ ഇടുക. അടുത്ത സംഖ്യ എന്താ? 0001 ആണ്. തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ കുറയ്ക്കാൻ നേരത്തെ എങ്ങനെ കുറയ്ക്കേണ്ടത് നിങ്ങൾക്കറിയാം. ദാണ്ട് ഇത് കടം കൊടുക്കുന്നു, ഇത് 0 ആവുന്നു. എന്നിട്ട് ഇവിടെ കടം കൊടുക്കുമ്പോൾ ഈ അവസാനത്തത് 10 ആകും. ഇത് എത്രയാവും? 9. ഇതും എത്ര തന്നെ? 9. ഇതും എത്ര തന്നെ? 9. 10ൽ നിന്ന് 1 പോയാൽ 9, പിന്നെ 9, പിന്നെ 9, പിന്നെ 9.0. അപ്പോൾ ആൻസർ ഈസ് 0.999 ആണ് ആൻസർ. 0.999 കേട്ടല്ലോ. അപ്പോൾ ഓപ്ഷനിൽ ഏതാണ്ട് ഇവിടെ ഒരു 9 കൂടെ ചേർക്കുക. അപ്പോൾ ഇതാണ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്. 0.999 ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 0.9999 ആണ് ആൻസർ. അത് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1 എന്ന ആൻസർ കിട്ടുന്നത്. ഇനി മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ USSന് ചോദിച്ച ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ ചോദ്യം പഠിച്ചില്ലെങ്കിൽ പഠിക്കുക. എന്താണ് ചോദ്യം എന്ന് നോക്കിയാണ്. ചുവടെയുള്ളത് 1ന് തുല്യമല്ലാത്തത് ഏതാണ്? 1ന് തുല്യമല്ലാത്തത്, 1 കിട്ടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷനുകളിൽ 1 കിട്ടാത്തത്, ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ 1 എന്ന ആൻസർ കിട്ടാത്തതാണ് ചോദ്യം.
അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ നോക്കിയാണ് 5 - 1 ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും മക്കളെ? ആൻസർ 1 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തതിന്റെ ആൻസർ നോക്കിയാണ്, നോക്കുമ്പോൾ എങ്ങനെ നോക്കണം നോക്ക്, ഇത് മൈനസ് ചിഹ്നമുള്ള സംഖ്യ, ഇത് പ്ലസ് ചിഹ്നമുള്ള സംഖ്യ, വ്യത്യസ്ത ചിഹ്നം വന്നാൽ, അപ്പൊ ഡയലോഗ് എങ്ങനെയാണ്? വ്യത്യസ്ത ചിഹ്നം വന്നാൽ എന്താണ്? വ്യത്യസ്ത ചിഹ്നം വന്നാൽ, വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? കുറയ്ക്കണം. എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. വലുതിൻ്റെ ചിഹ്നമാണ് നൽകേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, വ്യത്യസ്ത ചിഹ്നമാണ്. നോക്ക്, ഇവിടെ -5ഉം ഇത് +4ഉമാണ്. അപ്പൊ വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ കുറയ്ക്കണം. എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ആൻസർ 1 കിട്ടും. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, വലുതെന്ന് പറയുമ്പോൾ ഇവിടെ 5ആണ്, 5ൻ്റെ ചിഹ്നം എന്തുവാ? മൈനസ് ആണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ -1 ആണ് എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. ചുമ്മാതെ അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഇത് തമ്മിൽ കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ 1 വരും. ഇനി ഇവിടെയും കുറയ്ക്കുക തന്നെയാണ്. ഇവിടെ നോക്കുക, ഇവിടെയും വ്യത്യസ്ത ചിഹ്നങ്ങളല്ലേ, ഇവിടെ -5 5.5യും ഇവിടെ +6.5യുമാണ്. അപ്പോഴും കുറയ്ക്കുകയാണ്. കുറയ്ക്കുന്ന നേരത്ത് അരയും പോയിക്കിട്ട് ബാക്കി എന്ത് വരും? ആൻസർ 1 വരും എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസുമായി ഇനി എല്ലാ ദിവസവും വരും. നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെ, നല്ലതുപോലെ അവരും അറിയട്ടെ ഞാൻ വന്നിട്ടുണ്ട് പഠിപ്പിക്കാനെന്ന്. ന്യൂജൻ മാത്ത് ഇവിടെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരെയും. അപ്പം പഴയ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. മോഡൽ പരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതുപോലെ ഇനിയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.